അധ്യായത്തിന്റെ സെയിം ചാപ്റ്റർ അതിന്റെ 4ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 4th വേഴ്സ് ഇങ്ങനെ കാണുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ എന്ത് ചെയ്യുന്നു? ആത്മീക വർദ്ധനവ് വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അന്യഭാഷ എന്ന് പറഞ്ഞത് പ്രൈസ് ഗോഡ്, ആമീൻ, ദൈവം തന്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ഒരു ഭാഷാ വരമാണ്. പ്രൈസ് ഗോഡ്, സ്വർഗീയ ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് അതിന്റെ അർത്ഥം, അതിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷകളിൽ നിറഞ്ഞ് നാം ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രൈസ് ഗോഡ് നമ്മുടെ സഭായങ്ങളിൽ നമ്മൾ പലപ്പോഴും അത് കാണാറില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അങ്ങനെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവർ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പലപ്പോഴും നാം അത് ചെയ്യുന്നെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ പൗലോസ് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രൈസ് ഗോഡ്, ആമീൻ, 2 തരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ഹല്ലേലൂയ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 kinds of prayer and 2 kinds of worship. Praise God. ആമീൻ. 1 ആത്മാവും കൊണ്ടുള്ള പ്രാർത്ഥന, 2 പ്രൈസ് ഗോഡ് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ആത്മാവ് കൊണ്ടുള്ള ആരാധനയുണ്ട്. പ്രൈസ് ഗോഡ്, ആമീൻ. 15ാം അധ്യായത്തിൽ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും ഞാൻ എന്ത് ചെയ്യും? പാടും. ഇത് രണ്ടും ഒരു വ്യക്തിക്ക് ചെയ്യുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഈ രണ്ടും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ്. We can pray with the spirit and we can at the same time pray with the understanding that we have. At the same time, praise God, what we can do is we can sing in the spirit and also we can sing in the wisdom or the understanding that God gives us. Praise God. എന്നാൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ, അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നാം ഇങ്ങനെ മനസ്സിലാക്കണം. 14ാം വാക്യത്തില് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധി എന്ത് ചെയ്തിരിക്കുകയാണ്? ആമീൻ, ഹല്ലേലൂയ, അഫലമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമീൻ, ദൈവത്തിന്റെ ആത്മാവിൽ വേണം നാം കർത്താവിനെ എന്ത് ചെയ്യുവാൻ? ആരാധിക്കുവാൻ. ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രൈസ് ഗോഡ് പെട്ടെന്ന് എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രൈസ് ഗോഡ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. പീറ്ററിനോട് പ്രാർത്ഥിച്ചു, പീറ്ററിന് പഠിത്തത്തിന്റെ കാര്യത്തിനോട് പ്രാർത്ഥിച്ചു, അവൻ ആത്മീയ വിഷയത്തിനോട് പ്രാർത്ഥിച്ചു, അവന്റെ പലവിധമായിരിക്കുന്ന മറ്റു വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു, അവനെ ദൈവം ഈ ദുഷ്ട ലോകത്തിൽ പരിപാലിക്കാനായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ അറിയാത്തതായിരിക്കുന്ന, എന്റെ അറിവിൽപ്പെടാത്തതായിരിക്കുന്ന അനേക വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് അറിയാവുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ അറിയുന്നില്ല, പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവം പീറ്ററിൽ എന്തൊക്കെയാ പ്രൈസ് ഗോഡ്, ആമീൻ, ഹല്ലേലൂയ, നടക്കുന്നെന്നും പീറ്ററിന്റെ ചിന്തകൾ എന്താണെന്നും പീറ്ററിന്റെ ഉള്ളില്, ആമീൻ, ഹല്ലേലൂയ, മനസ്സിലിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നെല്ലാം പ്രൈസ് ഗോഡ് എന്നേക്കാൾ ഉപരിയായിട്ട് അറിയാവുന്ന ആരാ? ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ആമീൻ, ഞാൻ വാക്കുകളിൽ ആരംഭിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ, ഞാൻ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി അത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? പ്രൈസ് ഗോഡ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മള് ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം ബുദ്ധിമണ്ഡലത്തിൽ നമ്മുടെ ഈ അറിവിന് എന്തുകൊണ്ട് പരിമിതികളുണ്ട്. There is limitation to what we know in our understanding. Praise God. I mean, എന്നാൽ പരിശുദ്ധാത്മാവിന് എന്തില്ല? ഒരു മെഷർ ഇല്ല. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനില്ല, അതിരില്ല. പരിശുദ്ധാത്മാവിന് എന്തില്ല? പ്രൈസ് ഗോഡ്. ഐ മീൻ, അത് അളവ് വെച്ചല്ല പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയം അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഐ മീൻ, സഭായോഗത്തിന് ഒരു പൊതുവായിട്ടുള്ളൊരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിപ്പാനായിട്ട് പറയുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യില്ലേ? അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കില്ല. കാരണം എന്താ ചോദിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല? അതിന് ആമീൻ പറയാനൊക്കത്തില്ല. ഇതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ പറയും അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യാഖ്യാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? സംസാരിക്കും. പക്ഷെ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിലും ഇങ്ങനെ നാം സമയങ്ങളിൽ ദീർഘമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ when we spend a lot of time in the presence of God, praise God, നമ്മൾ ഒരു വിഷയം ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും
എത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പ്രൈസ് ഗോഡ്. ആമേൻ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉപരിയായിട്ട് പ്രൈസ് ഗോഡ് അതിന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കണം. ആരാധിക്കുമ്പോഴും അതുപോലാണ് ആത്മാവിൽ നാം എന്ത് ചെയ്യണം? ആരാധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശത്രു നമ്മുടെ നേരെ ഒരുക്കിയിരിക്കുന്ന കെണികള്, കുലുക്കുകള് നമ്മൾ അറിയത്തില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ അറിയാതെ പ്രൈസ് ഗോഡ് നാം ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴും ശത്രു ആരെ വീഴ്ത്തണമെന്ന് വിചാരിച്ച് ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ആമേൻ. പിശാച് നമ്മളെ എപ്പം വേണമെങ്കിലും വീഴ്ത്തുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിൽക്കുന്നവൻ എന്ത് ചെയ്യണം? വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം വീഴുവാൻ സാധ്യത. ഇന്ന് നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, നാളെ നാം വിശ്വാസത്തിൽ നിലനിൽക്കാതിരിപ്പാൻ ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ കെണിയും കുലുക്കും പ്രൈസ് ഗോഡ് ഒരുക്കുന്നവനാണ്. പ്രൈസ് ഗോഡ്. അതെന്തുകൊണ്ടാ വരുന്നെന്ന് ചോദിച്ചാൽ പലപ്പോഴും why does the devil does that is praise God. If we go to the book of Romans chapter number 11 verse number 7 ഒന്ന് വായിച്ചാട്ടെ. എന്തുകൊണ്ടാണ് ശത്രു നമ്മളെ നമ്മളെ കെണിയിലും കുടുക്കലുമാക്കുന്നത് നോക്കാം. Why does he put a snare in our lives? Praise God. I mean Romans chapter 11 verse number 7 ഒന്ന് എടുക്കാം. അല്ലെങ്കിൽ കൃപയല്ല, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തീർത്തും ഇസ്രായേൽ ഇറങ്ങിയത് പ്രാപിച്ചില്ല. ഇസ്രായേൽ എന്ത് ചെയ്തില്ല? താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. അപ്പൊ ഇസ്രായേൽ താൻ തെരഞ്ഞത് എന്ത് ചെയ്തില്ല? പ്രാപിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്തിനു വേണ്ടിയാ തെരഞ്ഞത്? What was the election? What did they seek for? എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവമാരെ വിളിച്ചു വേർതിരിച്ചത്. പ്രൈസ് ഗോഡ്. മശീഹ പ്രൈസ് ഗോഡ്. ആമേൻ. അവർക്ക് വേണ്ടി വരുമെന്ന് അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തെ അവർ എന്ത് ചെയ്തു? തെരഞ്ഞു നടന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. എന്നാൽ അവർ തെരഞ്ഞത് എന്ത് ചെയ്തില്ല? അവർ പ്രാപിച്ചില്ല. പ്രൈസ് ഗോഡ്. അവർ ദൈവത്തിന്റെ നീതി അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി അവരെ കാത്തിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തില്ല? ആ ദൈവത്തിന്റെ നീതി അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അടുത്ത ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ആർക്കാണ് ലഭിച്ചത്? തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിച്ചു. നോക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവര് അത് പ്രാപിച്ചു. അതിനടുത്ത വാക്യം ശേഷമുള്ളവർ കഠിനപ്പെട്ടിരിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പില്ലാത്തവർ എന്ത് ചെയ്തു? കഠിനപ്പെട്ടു പോയി. പിന്നെന്ത് ചെയ്തു? ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും ദൈവം ഇന്ന് വരെയും അവർക്ക് ഗാഠനിദ്രയും പിന്നെ കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. പിന്നെ പിന്നെ അടുത്ത വാക്യം അവരുടെ മേശ അവർ കെണിയായി. അവരുടെ മേശ അവർക്ക് എന്തായിട്ട് മാറി? കണിയായിട്ട് മാറി. പിന്നെ അത് കുടുക്കായി, ഇടർച്ചയായി, പ്രതികാരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനൊരു ഗാഠനിദ്ര വന്നതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തെ അന്വേഷിച്ചു. പ്രൈസ് ഗോഡ്. എന്നാൽ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ കൂടെ എന്ത് ചെയ്തു? അവർ ദൈവത്തെ അന്വേഷിച്ചു. അവരുടെ ജ്ഞാനത്തിൽ നിന്ന് അവർ ദൈവത്തെ അന്വേഷിച്ചു. അവർ അടയാളങ്ങൾ തിരക്കി ദൈവത്തെ അന്വേഷിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? അടയാളം അന്വേഷിക്കുന്നു. യവനന്മാർ എന്ത് ചെയ്യുന്നു? ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ ലേഖനത്തിൽ 1 Corinthians അത് എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ എന്താ തിരക്കിയത്? അടയാളം തിരക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന ലക്ഷണങ്ങൾ പ്രൈസ് ഗോഡ് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദൈവം ഈ കർത്താവ് ശരിയാണെന്നുള്ളത്, മശിഹ ശരിയാണെന്നുള്ളത് വിശ്വസിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കത്തില്ല. ന്യായപ്രമാണത്തിൽ അവരെന്ത് ചെയ്തു? പ്രൈസ് വിശ്വസിച്ചു. എന്നാൽ ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അത് അവർക്ക് പിന്നത്തേതിൽ എന്തായിട്ട് തീർന്നതാ? കെണിയും കുടുക്കുമായി തീർന്നു. അവരുടെ മേശ അവർക്ക് കെണിയായിട്ട് മാറി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ നീതി നാം അന്വേഷിക്കുമ്പോൾ പ്രൈസ് ഗോഡ്. ആമേൻ. അതിൽ ബുദ്ധിയിൽ നിന്നല്ല നാം എന്ത് ചെയ്യേണ്ടത്? ദൈവത്തെ നാം അന്വേഷിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ആമേൻ. ജ്ഞാനത്തിലല്ല ദൈവത്തെ നാം അന്വേഷിക്കേണ്ടത്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവാണ് ഇന്ന് പകൽക്കാലം നമുക്ക് സകലവും എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. Everything that is revealed will be revealed to us through the Spirit of God. Amen. അതുകൊണ്ടാണ് നാം ആത്മാവിനെ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. പ്രാപിക്കുന്നതല്ല, ആത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ
നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ബുദ്ധിയുടെ ആ വ്യാപ്തി എന്താണ്? The measure of my wisdom, my understanding is limited to my circumstances. Praise God.